എപ്പോൾ വേണമെങ്കിലും നിന്നു പോകാവുന്ന ഹൃദയമാണ് രണ്ടുപേർക്കുമെന്ന് ഡോക്ടർമാർ പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറേയായി. സ്നേഹമാണ് നിങ്ങളെ ജീവിപ്പിക്കുന്നതെന്ന് മക്കളും ബന്ധുക്കളും പറഞ്ഞാലും ഞങ്ങൾ പേരക്കുട്ടികളുടെ പക്ഷമാണ്. അവരെ അത് പ്രേമമാണെന്ന് പറയാറുള്ളൂ. എന്തിനാണ് നാണിക്കുന്നേ? പ്രേമമാണെന്ന് പറയാൻ ഞങ്ങൾക്ക് യാതൊരു നാണക്കേടുമില്ല. പ്രേമിച്ച് മതിയാകാത്തത് കൊണ്ടാണ് നമ്മൾ മരിക്കാത്തെ, അല്ലേടി? ചിലരുടെ കളിയാക്കലുകളോട് അങ്ങേരങ്ങനെ പറയുമ്പോൾ എനിക്ക് സത്യത്തിൽ നാണം വരും. കാണുന്നവരെല്ലാം അത് കണ്ടുപിടിക്കുകയും ചെയ്യും. കൊഴിഞ്ഞുപോയ അണപ്പല്ല് വരെ തെളിയാൻ പാകം മോണ ചിരിക്കുമ്പോൾ എങ്ങനെ പിടിക്കപ്പെടാതിരിക്കും, അല്ലേ? അതെ, സത്യത്തിൽ പ്രേമമെന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതം ആരംഭിച്ച കാലത്ത് അങ്ങേരോട് ഞാൻ ചോദിച്ചതാണ്. നമുക്കിടയിലെ സ്നേഹത്തിനെ കാമിച്ചുകൊണ്ടേയിരിക്കുമ്പോഴാണ് യഥാർത്ഥ പ്രേമം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞ് അപ്പോഴും അങ്ങേര് ചിരിച്ചു. ഈ മനുഷ്യന് യാതൊരു നാണവും ഇല്ലെന്ന് അപ്പോഴെനിക്ക് തോന്നി. എന്നിരുന്നാലും അതേറ്റു പിടിക്കാനേ എനിക്ക് തോന്നിയുള്ളൂ. ഓരോ നാളും പുതുമ അനുഭവപ്പെടുന്ന പ്രേമമാണ് ഞങ്ങളെ ഇത്രയും വർഷങ്ങൾ ജീവിപ്പിക്കുന്നതെന്ന അങ്ങേരുടെ വാക്യം അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അതുകൊണ്ട് തന്നെ മരണം വരെ ഞങ്ങൾക്ക് പ്രേമിച്ചുകൊണ്ടേയിരിക്കണം. അന്ന് ഞങ്ങളുടെ 50ാമത്തെ വിവാഹ വാർഷികമായിരുന്നു. കുടുംബം അത് ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചു. നാട്ടുകാരുടെ സംഘാടനത്തിൽ നടക്കുന്ന അനുമോദന ചടങ്ങ് വേറെയുണ്ട്. ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ പ്രേമത്തിന് കിട്ടിയ സമ്മാനമാണെന്നേ എനിക്ക് പറയാനുള്ളൂ. പ്രേമിച്ച് മതിയാകാത്തത് കൊണ്ടാടി നമ്മൾ മരിക്കാത്തെ. ഏതാണ്ട് 7.5 വർഷം മുമ്പത്തെ അങ്ങേരുടെ ശബ്ദമായിരുന്നു അത്. ഈയിടെയായി മിക്കപ്പോഴും ഞാനത് കേൾക്കാറുണ്ട്. ശേഷം പതിവായി ഇരിക്കാറുള്ള പാടത്ത് നിന്ന് അങ്ങേരെൻ്റെ തോളിലേക്ക് ചാഞ്ഞു. ഈ വയസ്സാം കാലത്ത് നിങ്ങൾക്കിത് എന്തിൻ്റെ സൂക്കേടാണെന്നൊന്നും ഞാൻ ചോദിച്ചില്ല. അങ്ങേരെ എനിക്കറിയാമായിരുന്നു. ചൂട് പറ്റി എത്രയെത്ര ദിനരാത്രങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് പങ്കിട്ടിരിക്കുന്നു. ഞാൻ തുണി മാറുന്നത് കണ്ടാൽ ഇപ്പോഴും അങ്ങേരുടെ ചുണ്ടുകൾ നെല്ല് കണ്ട ചുണ്ടലിയെ പോലെ ചിരിച്ചു ചുളിയും. പരസ്പരം കണ്ട നാൾ തൊട്ട് തുടങ്ങിയ കൗതുകം എത്ര കൊഴിഞ്ഞെന്ന് പറഞ്ഞാലും ആ കണ്ണുകളിൽ നിന്നും ഇതുവരെ ചോർന്നു പോയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആ മിഴികളിലേക്ക് നോക്കി എത്ര നേരം വേണമെങ്കിലും എനിക്കങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്. എടിയേ, നമ്മളിൽ ആരായിരിക്കും ആദ്യം തട്ടിപ്പോവുക എന്ന് നിനക്ക് തോന്നുന്നേ? ക്ലാസ്സിൽ ഫസ്റ്റ് എന്ന് പറയുന്നൊരു കുട്ടിയെപ്പോലെ ഞാനെന്നായിരുന്നു എൻ്റെ മറുപടി. അത് തന്നെയാണ് നല്ലതെന്നും പറഞ്ഞ് ആ നേരം അങ്ങേര് ചിരിച്ചു. എനിക്കപ്പോൾ അരിശം വന്നു. തോള് കുലുക്കിയപ്പോൾ അങ്ങേർക്കത് മനസ്സിലാകുകയും ചെയ്തു. സത്യമായിട്ടും അങ്ങനെയൊരാഗ്രഹം തനിക്കുണ്ടെന്ന് തന്നെ അങ്ങേര് വീണ്ടും പറയുകയായിരുന്നു. എൻ്റെ അങ്ങേരെന്നോട് കള്ളം പറയില്ല. അതറിയാവുന്നത് കൊണ്ട് മാത്രം അതെന്താപ്പാ അങ്ങനെയെന്ന് ഞാൻ ചോദിച്ചു. നീയില്ലാത്ത ലോകം എങ്ങനെയുണ്ടെന്ന് കൂടി ഞാൻ അനുഭവിക്കട്ടെടി. അത് കേട്ടപ്പോൾ ദേഷ്യത്തിലും ഞാൻ ചിരിച്ചുപോയി. നിങ്ങളുടെ ആഗ്രഹം തന്നെ നടക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു. അല്ലെങ്കിലും അത് തന്നെയാണ് നല്ലത്. അങ്ങേരില്ലാത്ത ലോകത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പരസ്പരം പിണങ്ങിയാൽ പോലും ഉറക്കം നഷ്ടപ്പെടുന്ന വിധം എൻ്റെ പ്രാണൻ അങ്ങേരിൽ കോർക്കപ്പെട്ടിരിക്കുന്നു. അങ്ങേർക്കും അങ്ങനെ തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ പിന്നെ നീയില്ലെങ്കിൽ ആ ജീവിതം താൻ ആരോട് പറയാനാണെന്ന് അങ്ങേര് നെടുവീർപ്പിടില്ലായിരുന്നുവല്ലോ. എടീ, നമ്മുടെ കല്യാണമല്ല, 50ാം വാർഷികമാണ്. എൻ്റെ ഒരുക്കം കണ്ടുകൊണ്ടിരിക്കുന്ന എന്നോട് അങ്ങേര് പറഞ്ഞു. മറ്റുള്ളവരുടെ കാഴ്ചയിൽ വൃദ്ധ ദമ്പതികളാണെങ്കിലും മനസ്സുകൊണ്ട് ഞങ്ങൾ യുവമിഥുനങ്ങളാണ്. ആ ഇണക്കത്തോടെയും ഒരുമയോടും കൂടി തന്നെയാണ് ആ ഓഡിറ്റോറിയത്തിൽ ഞങ്ങൾക്കായി ഒരുക്കിയ വേദിയിലേക്ക് എൻ്റെ കയ്യും പിടിച്ച് അങ്ങേര് നടന്നത്. കണ്ടവരെല്ലാം അതിയേറെ സന്തോഷം പ്രകടിപ്പിച്ചു. ഞങ്ങളെ കണ്ട ആരും അസൂയപ്പെടേണ്ട എന്ന് പറഞ്ഞായിരുന്നു അങ്ങേര് സംസാരിച്ചു തുടങ്ങിയത്. എല്ലാവരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, പ്രായം എത്രയായാലും പങ്കാളികൾ തമ്മിൽ പ്രേമിക്കുക. പ്രേമിക്കാത്തവർക്കാണ് പ്രായം കൂടുക. ഞങ്ങളെ നോക്കൂ, ഈ നരയിലും ഞങ്ങൾ ഇപ്പോഴും മധുവിധുവിലാണ്, അല്ലേടി? കേട്ടവരെല്ലാം ചിരിച്ചു. ചിലർ കൈകളടിച്ച് ആർത്തു വിളിച്ചു. ഇളകിപ്പോയ അണപ്പല്ല ആരെയും കാണിക്കേണ്ട എന്ന ഉദ്ദേശത്തോടെ ഞാൻ മാത്രം എൻ്റെ ചിരിയെ പൊത്തിപ്പിടിച്ചു. അങ്ങേര് സന്തോഷത്തോടെ ചുമച്ചുപോയി. നിർത്താതെ ചുമയ്ക്കുന്നു. വിയർക്കുന്നുണ്ടെന്ന് കൂടി കണ്ടപ്പോൾ ഞാൻ എഴുന്നേൽക്കുകയായിരുന്നു. ഞാൻ അടുത്തേക്ക് എത്തുമ്പോഴേക്കും അടുത്തുണ്ടായിരുന്ന ആൾക്കാരുടെ കയ്യിലേക്ക് അങ്ങേര് കുഴഞ്ഞു വീണിരുന്നു. എപ്പോൾ വേണമെങ്കിലും നിന്നു പോകാമെന്ന് ഡോക്ടർ പറഞ്ഞ ഹൃദയത്തിലേക്ക് ഓക്സിജൻ കിട്ടാത്ത വിധം അങ്ങേര് കിതയ്ക്കുകയാണ്. കണ്ണുകൾ മലർന്നു വീഴാനെന്നോണം ഉരുളുന്നത് കൂടി കണ്ടപ്പോൾ ഞാൻ വല്ലാതെ ഭയന്നു പോയി. അങ്ങേര് എന്നെ വിട്ടു പോകുകയാണോ എന്ന് വരെ സംശയിച്ചു പോയി. എല്ലാവരും മാറിയേ, മാറന്നേ പ്ലീസ്, കുറച്ച് കാറ്റ് കിട്ടട്ടെ. കൂടി നിന്ന ബന്ധുക്കളോട് മക്കൾ പറഞ്ഞു.
മക്കളുടെ മടിയിൽ തലവെച്ച് അങ്ങേര് കിടക്കുകയാണ്. അടുത്തേക്ക് ചെല്ലാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റാത്ത അനുഭവമായിരുന്നു അത്. കാര്യം മരണം വന്ന് റാഞ്ചാനുള്ള നേരമൊക്കെ രണ്ടുപേർക്കും ആയി. പക്ഷേ അങ്ങേരിനിയില്ല എന്നുള്ള അവസ്ഥ വന്നാൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അല്ലെങ്കിലും ജീവിച്ച് കൊതി തീരാത്തവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത 3 അക്ഷരം സംഗതിയാണല്ലോ ആ ശ്വാസമില്ലായ്മ. പതുക്കെ എഴുന്നേറ്റാൽ മതി. അച്ഛൻ ഓക്കെയാണ്. ഇവിടെ കുറച്ചു നേരം ഇവിടെ ഇരിക്കൂ. മകൻ പറഞ്ഞത് കേട്ടിട്ടും പതിയെ കണ്ണുകൾ തുറന്ന് അങ്ങേര് എഴുന്നേൽക്കുന്നത് കണ്ടിട്ടും എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. ആശുപത്രിയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് മക്കളെല്ലാം ധൃതി വെക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് അങ്ങേര് പറയുന്നുണ്ട്. അപ്പൂപ്പനൊന്നുമില്ല അമ്മുമ്മയെന്ന് പറഞ്ഞ് പേരമക്കൾ കുലുക്കിയപ്പോഴാണ് എനിക്ക് സ്ഥലകാല ബോധമുണ്ടാകുന്നത്. ശരിയാണ്. എഴുന്നേറ്റ അങ്ങേരി മകൻ കസേരയിൽ ഇരുത്തിയിരിക്കുന്നു. മുമ്പുണ്ടായിരുന്ന വെപ്രാളമൊക്കെ ആ മുഖത്ത് നിന്ന് ഒഴിഞ്ഞിരിക്കുന്നു. തറച്ചു നിൽക്കുന്ന എന്നിലേക്ക് തന്നെയാണ് ആ കണ്ണുകളെന്ന് കണ്ടപ്പോൾ ഞാൻ ചലിച്ചു. അടുത്തേക്ക് എത്തും മുമ്പേ ചെറുചിരിയോടെ അങ്ങേരത് പതിയെ എന്നോട് വീണ്ടും പറഞ്ഞു. ഒരു ഞെട്ടലിൽ നിന്നുണർന്ന എൻ്റെ കാതുകളിലേക്ക് കൃത്യമായത് വീണു. ഞങ്ങൾക്ക് മരണമേ ഇല്ല എന്ന വിധത്തിലായിരുന്നു ആ ശബ്ദമെൻ്റെ തലയിൽ മുഴങ്ങിയത്. പ്രേമിച്ച് മതിയാകാത്തത് കൊണ്ടാടി നമ്മൾ മരിക്കാത്തത്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.